ഹായ് മക്കളെ, പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ആരംഭിക്കാൻ പോവുകയാണല്ലേ. ചിലർക്കൊക്കെ ആൾറെഡി പ്ലസ് ടു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. പ്ലസ് ടു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. നമ്മുടെ കരിയർ തീരുമാനിക്കുന്നതിൽ, നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതിൽ, നമ്മുടെ ഫ്യൂച്ചർ എത്രത്തോളം സെക്യൂർ ആവണം തീരുമാനമെടുക്കുന്നതിലൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു വർഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ ഒരു നല്ല കോളേജിൽ ഒരു മികച്ച കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ വലിയൊരു ലോകത്തേക്കാണ്. അപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയി എഴുതിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ആൾറെഡി പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒപ്പം ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ എഴുതാനുള്ള പ്രിപ്പറേഷൻ കൂടി കിട്ടിയ കുട്ടികൾക്കൊപ്പമാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും, പുറകിലേക്കായി പോകുന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ പ്ലസ് വൺ ആൾറെഡി കഴിഞ്ഞു, ഇനി പ്ലസ് ടു എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. ഈ ഒരൊറ്റ വർഷം കൊണ്ട് പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഹോൾ സിലബസ് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടി വേണ്ട രീതിയിലേക്ക് റിവൈസ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ ആവണമെങ്കിൽ നമുക്കൊരു വെൽ സ്ട്രക്ചർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം, സ്ട്രാറ്റജി ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് വരാൻ പോകുന്ന മക്കൾക്കും അവരുടെ പാരൻസിനുമായി സൈലം ഒരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നു. പക്ഷേ മുന്നേ നിങ്ങളുടെ സീറ്റുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യാം, നിങ്ങളുടെ സീറ്റുകൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആ വെബിനാറിൽ നമ്മൾ സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതുമെല്ലാം പ്ലസ് ടുവിൽ ഈ ഒരു വർഷം ഇനി എങ്ങനെ സ്പെൻഡ് ചെയ്താലാണ്, ഏത് രീതിയിൽ മുന്നോട്ട് പോയാലായിരിക്കും പ്ലസ് ടു ബോർഡ് എക്സാമിനൊപ്പം ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കൂടി നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മറക്കണ്ട, 28-ാം തീയതി